എക്സെൽ കൊണ്ട് പല ക്രാഫ്റ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് എക്സെൽ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു കാർഡ്ബോർഡിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് ഞാൻ എക്സെൽ ഇങ്ങനെ അതിലേക്ക് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എക്സെൽ എടുക്കുമ്പോൾ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് ഉണക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. എന്നിട്ട് വെയിലത്ത് ഉണക്കിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രം വരച്ചു കൊടുക്കാം. ഞാനൊരു മിക്കി മൗസിനെയാണ് വരച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് പെയിൻ്റ് കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ എക്സെല്ലിൽ മാത്രമേ അത് പിടിക്കുള്ളൂ. കുറച്ചുകൂടി അടുപ്പിച്ചിട്ട് ചെറുതാക്കി എക്സെല്ലിൽ ഒട്ടിച്ച് കൊടുക്കുക വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവും. ഇത് ഇരുന്ന് ക്ഷമയൊക്കെ പോയി അങ്ങനെ വയ്യാണ്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ഇത് അതിലും കാണാൻ പറ്റും. പിന്നെ എനിക്ക് പിന്നീട് അത്ര ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് വരച്ചു കൊടുത്തിട്ട് അത് ഡ്രൈ ആവണതിന് മുന്നേ തന്നെ കളർ ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ അത് ബ്ലെൻഡ് ആവണത്. അപ്പോൾ നിങ്ങൾ ചെയ്യുക വെച്ചാൽ അത് പതുക്കെ ഇങ്ങനെ ഇരുന്ന് ടൈം എടുത്ത് ചെയ്യാം. ഇത് നല്ല വാൾ ഡെക്കറൊക്കെ ആയി ഉപയോഗിക്കാം. നല്ലൊരു 3D എഫക്റ്റൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് പെയിൻറ്റിംഗ് ആണിത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മിക്കി മൗസിനൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് കളർ ചെയ്യാൻ വിചാരിച്ചു. താഴെ ഒരു ഗ്രീനും പിന്നെ മുകളിലായിട്ട് ഒരു സ്കൈ ബ്ലൂ ആണ് ചെയ്യുന്നത്. സ്കൈ ബ്ലൂ ചെയ്യുന്നത് ഒരു സ്കൈയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ കുറച്ച് ക്ലൗഡ്സിൻ്റെ ഒക്കെ പോലെ കുറച്ച് വൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് പിന്നെയും ബ്ലെൻഡായിട്ട് അത് കുറച്ചുകൂടി ഡ്രൈ ആയതിന് ശേഷം മാത്രം അടിച്ചു കൊടുത്ത് ശരിയാക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രാഫ്റ്റ്?